റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ നമ്മൾ ഒട്ടനവധി എസ്കലേഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടന്നത് ഈ ഒരു സംഭവം ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാവുന്ന അത്ര വലിയ കാര്യമാണ്. അങ്ങനെ എന്താണ് സംഭവിച്ചത്? റഷ്യ ഉക്രൈനുള്ളിൽ ആക്രമിച്ചോ, അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ എന്തെങ്കിലും വലിയ ആക്രമണം നടത്തിയോ? ഇങ്ങനൊരു ചോദ്യം വന്നാൽ കഴിഞ്ഞ 2 ദിവസമായി എല്ലാവരും കണ്ടൊരു വാർത്ത കാർഖീവ് മേഖലയിൽ റഷ്യ അടുത്തഘട്ട ആക്രമണം ആരംഭിച്ചു എന്ന കാര്യമായിരുന്നു. റഷ്യൻ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഉക്രൈൻ അത്യന്തം അപകടകരമായ ഒരു നടപടിയും എടുത്തു. ഓർനസ് എന്ന പ്രദേശത്ത് റഷ്യയുടെ അത്യന്തം പ്രധാനപ്പെട്ട ഒരു എയർബേസ് ഉണ്ട്. ഇത് MiG-31 കിൻസൽ ഹൈപ്പർസോണിക് മിസൈലുകൾ പറത്തുന്ന വിമാനങ്ങൾ സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന ഒരു ബേസ് ആണ്. ഇത്തരം പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഉക്രൈൻ ATACMS മിസൈൽ ആക്രമണം നടത്തി. റഷ്യ ആദ്യം ഇതൊരു ഗോസിപ്പ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഔദ്യോഗിക പ്രസ്താവനയിൽ 4 ATACMS മിസൈലുകളെ തങ്ങൾ പ്രതിരോധിച്ചതായി പ്രഖ്യാപിച്ചു. പക്ഷേ ഉക്രൈൻ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ അയച്ച ATACMS റഷ്യയ്ക്കുള്ളിൽ ഒരു സ്ട്രൈക്ക് നടത്തിയെന്ന്. ഇങ്ങനെ അവർ തന്നെ അവരുടെ വിധി ഇങ്ങനെ വിലയ്ക്ക് വാങ്ങുകയാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ വോർനെസ് എയർബേസ് എന്നത് സാധാരണ എയർബേസ് അല്ല. ഇത് ഫ്രണ്ട് ലൈനിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു എയർബേസ് ആണ്. ഇത് ഒക്കുപ്പൈഡ് പ്രദേശത്തിലുള്ളതല്ലതാ. റഷ്യയുടെ ഓർനസ് പ്രവിശ്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട നഗരം, ആ നദിക്കരയ്ക്കടുത്തുള്ളത് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് തന്നെ വന്നത്. ഈ ഓർനേസിലുള്ള എയർബേസ്, ഇതിനെ ഓർനസ് എയർബേസ് എന്നാണ് പറയുന്നത്. ഇത് MiG-31 ഹോസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട എയർബേസ്. അതുമാത്രമല്ല, മുൻപ് Tu-95 പോലുള്ള സ്ട്രാറ്റജിക് ബോംബറുകൾ വിമാനങ്ങളും ഇവിടെ നിന്നാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ റഷ്യ ഈ ബോംബറുകളെ മറ്റ് ബേസുകളിലേക്ക് മാറ്റി. ഇപ്പോൾ ഈ ബേസിൽ MiG-31, Su-24, Su-34 തുടങ്ങിയ എയർക്രാഫ്റ്റുകളാണ് ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ റഷ്യ ഇതിനു മുൻപ് ഉക്രൈനുള്ളിലെ 5 അമ്മുനേഷൻ ഡെപ്പോസ് നശിപ്പിച്ചു എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ഇത് ഉക്രൈന് പുറത്ത് പറയാൻ കഴിയാത്തൊരു വേദനയായി മാറി. ഉക്രൈൻ ഇത് സമ്മതിക്കാനും കഴിയുന്നില്ല. സമ്മതിച്ചാൽ അവർ അടി വാങ്ങി എന്നുള്ളത് പുറത്തറിയാൻ കഴിയും. അതുപോലെ ഇതവരെ കൊണ്ട് മറച്ചു വയ്ക്കാനും കഴിയുന്നില്ല. കാരണം അത്ര വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. അത് നഷ്ടം തന്നെയാണ്. 5 അമ്മുനേഷൻ ഡെപ്പോസിനെ ഒരു ദിവസത്തിൽ നഷ്ടപ്പെടുത്തുക എന്നത് ഏതൊരു രാജ്യത്തെ കൊണ്ടും അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും ഹേർട്ട് ചെയ്യും. ഇപ്പോൾ ഉക്രൈൻ ഇതിന് പകരം അമേരിക്കയുടെ പിന്തുണ തേടുകയാണ് ചെയ്തത്. അമേരിക്കയുടെ അനുമതിയില്ലാതെ ATACMS റഷ്യൻ ഭൂപ്രദേശത്തേക്ക് അവർക്ക് ഉപയോഗിക്കാനേ ആകില്ല. കേസ്കിൽ ഫയർ ചെയ്തത് അത് വേറെയാണ്. കാരണം തങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന പേരിൽ കഥകളിറക്കി അവരങ്ങനെ ചെയ്തു. പക്ഷെ വോർനെസിൽ നടന്ന സ്ട്രൈക്ക് എന്നത് അത് പൂർണ്ണമായി മറ്റൊരു കഥയാണ്. അതിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവയെല്ലാം കൂടി യുദ്ധത്തെ വലിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നുവെന്ന് കാണിച്ചു. ഇപ്പോൾ ഈ 18-ാം തീയതി സംഭവിച്ച ഒരു കാര്യം, അതാണിപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ വിശദീകരണം പുറത്തിറക്കി. ഉക്രൈൻ 4 ATACMS മിസൈലുകൾ ഓർനസ് എയർബേസിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. റഷ്യയുടെ വാദമനുസരിച്ച് ഈ 4 ATACMSനെയും S-400 ഉപയോഗിച്ച് പ്രതിരോധിച്ചു. അതിനുശേഷം ഉടൻ തന്നെ റഷ്യ റിട്ടാലിയേഷൻ സ്ട്രൈക്ക് നടത്തി. ആ മിസൈലുകൾ എവിടെ നിന്നാണോ ഫയർ ചെയ്തത് ആ പ്രദേശത്തെ നോക്കി റഷ്യ തിരിച്ചടിച്ചു. അതിലൂടെ 2 ATACMS ലോഞ്ചറുകളും 2 പാട്രിയോട്ട് ലോഞ്ചറും നശിപ്പിച്ചുവെന്ന് റഷ്യൻ വാർത്തകളിൽ തന്നെ അവർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ സ്ട്രൈക്ക് നടന്നവസാനിച്ചു. ഉക്രൈൻ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല. അവർ അംഗീകരിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. അതായത് അവർ മാത്രമാണ് ഇപ്പോൾ ATACMS ഫയർ ചെയ്യുന്നത്. അപ്പോൾ റഷ്യയുടെ ഈ ഒരു വാദം 4ഉം ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തുവെന്ന്, എന്നാൽ ഉക്രൈൻ അത് കള്ളം എന്ന് വാദിക്കുകയാണ്. സത്യം അറിയുന്നതിന് മുൻപ് 2-3 ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം, പിന്നീട് ഒന്ന് ഫ്രീസ് ചെയ്തും കാണിക്കാം. അതിൽ കണ്ടന്റ് എന്തെന്ന് വെച്ചാൽ റഷ്യ ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. 4 ATACMSനെയും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതും S-400 ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഉക്രൈൻ അതൊന്നും സമ്മതിക്കുന്നില്ല. അത് ക്ലസ്റ്റർ വാർഹെഡ് ആണ്. കാരണം ക്ലസ്റ്റർ വാർഹെഡ് മിസൈൽസ് ആകാശത്തിന് ഉയരത്തിലെത്തുമ്പോൾ അത് സ്വയം തുറക്കും. എന്നിട്ട് ഉള്ളിലുള്ള 100 കണക്കിന് ചെറിയ സബ്മുനേഷൻസ് താഴേക്ക് സ്വതന്ത്രമായി വീഴും. ഇത് നമ്മൾ കണ്ണിലൂടെ കാണുമ്പോൾ ഈ വിമാനവിരുദ്ധ മിസൈലുകൾ മുകളിൽ പൊട്ടിത്തെറിച്ചതുപോലെ തോന്നാം. അതായത് സ്വയം പൊട്ടിത്തെറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ താഴെയുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ അതുമായി കൂട്ടിമുട്ടിയാൽ എങ്ങനെ പൊട്ടിത്തെറിക്കുമോ അതുപോലൊരു ബിംബം അവിടെ ക്രിയേറ്റ് ആകും. അതുപോലെ ഉക്രൈൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് റഷ്യ ഇതിനെ തകർത്തതല്ല, ഞങ്ങൾ ഫയർ ചെയ്തത് ക്ലസ്റ്റർ വാർഹെഡ്സ് ആണ്, അതാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അവർ പറയുന്നു. അവർ പറഞ്ഞാൽ പ്രശ്നമില്ല. ടെലഗ്രാം ചാനൽസും
വാർ ബ്ലോഗേഴ്സും എല്ലാം ഇതേ വാദം തന്നെ ഉന്നയിച്ചു. ഒഫീഷ്യലായി ഉക്രൈൻ്റെ മിലിറ്ററി അനലൈസ് ചെയ്യുന്ന ഒരു പേജ് ഉണ്ട്, അതിലും ഇതേ കാര്യം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചടി സ്വയമേ വാങ്ങുകയാണ്. ഇപ്പൊ റഷ്യയുടെ ക്ലെയിം എന്താണ്? ഞങ്ങൾ അതിനെ ഡിഫൻഡ് ചെയ്തു, S-400 ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തു, അതിന്റെ തെളിവും ഞങ്ങളുടെ പക്കലുണ്ടെന്നും പറഞ്ഞു. ATACMS മിസൈലിന്റെ മുഴുവൻ മിഡിൽ ബോഡി, വാർഹെഡിന്റെ ഭാഗം, ചിറകുകൾ എല്ലാം താഴെ പൂർണ്ണ രൂപത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് S-400 ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ തെളിവാണെന്ന് അവരും പറയുന്നു. പക്ഷെ ഉക്രൈൻ ഒരു വീഡിയോ പ്രൂഫായിട്ട് കാണിച്ചു. ആ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം, നിങ്ങളത് കാണുക. ഈ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാകും. ATACMS മിസൈൽ മുന്നോട്ട് വരുമ്പോൾ അതൊരു നിർദ്ദിഷ്ട കോണിൽ തന്നെ ആയിരിക്കും ട്രജറ്ററി പിന്തുടരുന്നത്. ഇതിനെ വൈഡ് ആംഗിൾ ട്രജറ്ററി എന്നാണ് പറയുന്നത്. അതായത് മുകളിലേക്ക് ഉയർന്ന് ഒരു പ്രത്യേക പോയിന്റിൽ ഏകദേശം ഒരു 600-700 മീറ്റർ ഉയരത്തിൽ ആ ATACMSന്റെ ക്ലസ്റ്റർ വാർഹെഡ് തുറക്കാൻ തുടങ്ങും. അത് വെടിവെക്കുന്നതല്ല, മിസൈലിന്റെ ബോഡി തുറക്കപ്പെടും. അകത്തുള്ള ചെറിയ സമ്മുനേഷൻസ് എല്ലാം താഴേക്ക് വീഴ്ത്തപ്പെടും. ഈ സമ്മുനേഷൻസ് പതിക്കുന്ന ഭാഗം, അതിനെ മുഴുവനും റെഡ് സോൺ എന്നാണ് വിളിക്കുന്നത്. ആ വീഡിയോയിലും അത് തന്നെയാണ് അവർ കാണിച്ചത്. പക്ഷേ ഉക്രൈനിലെ ചില മിലിറ്ററി അനലിസ്റ്റ് പേജുകൾ, വാർ ബ്ലോഗേഴ്സും അതിനെ ചൂണ്ടിക്കാണിച്ചു പറയുന്നത് ഇത് റഷ്യയിൽ നിന്നും എടുത്ത വീഡിയോ ആണെന്നും പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു വലിയ മിസ്ലീഡിംഗ് പ്രൊപ്പഗണ്ടയാണെന്ന്. കാരണം സാധാരണ ATACMS ഇന്റർസെപ്ഷൻ നടന്നാൽ അതിൻ്റെ വീഡിയോ എടുക്കുന്നവർ ഡിഫൻസ് എൻതൂസിയാസ്റ്റ് മാത്രമായിരിക്കില്ല. അവിടെയുള്ള സാധാരണക്കാർ പോലും അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് ആകാശത്തേക്ക് ക്യാമറ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്നതും കുറച്ച് സെക്കൻഡ് വീഡിയോ ആയിരിക്കും. പക്ഷെ ഈ വീഡിയോയിൽ ATACMSന്റെ മൊമെന്റ്സ് പൂർണ്ണമായും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് സൈന്യത്തിന് മാത്രമാണ്. റഷ്യൻ സൈന്യം എടുത്തതാണെങ്കിൽ അത് ഔദ്യോഗികമായി അവരുടെ ചാനലുകളിലൂടെ പുറത്തു വരുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല വന്നത്. അങ്ങനെ നോക്കിയാൽ ഇത്ര ക്ലോസപ്പായി ആരാണിത് എടുത്തത്? ക്ലസ്റ്റർ വാർഹെഡ്സ് ഓപ്പൺ ആകുന്ന മുഴുവൻ സീക്വൻസും കാണിക്കുന്നുണ്ട്. ബോഡി തുറക്കുന്നത് മുതൽ സബ്മുനേഷൻസ് പുറത്തേക്ക് വരുന്നത് ഉൾപ്പെടെ എല്ലാം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഉക്രൈൻ എടുത്ത വീഡിയോ അല്ല, റഷ്യക്കാരെടുത്തതും അല്ല. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ATACMS വേർഷൻ 4 പരിശോധിച്ചപ്പോൾ എടുത്ത ഒരു ട്രെയിനിങ് വീഡിയോ ആണിത്. ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കാം. ഇതിലും കൗതുകകരം, ഇതേ ഉക്രൈൻ പേജ് തന്നെ 1.5 വർഷം മുൻപ് ATACMS ഉക്രൈനെ ലഭിച്ചതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ യഥാർത്ഥ ഈ സെയിം വീഡിയോ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അവർ തന്നെ അത് റഷ്യയിൽ നടന്നതെന്നും പറയുന്നു. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം മികവുറ്റൊരു സൈക്കോളജിക്കൽ വാർഫെയർ. പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം മാത്രമാണ് തെളിഞ്ഞത്. ഉക്രൈന്റെ ഈ പ്രചരിപ്പിക്കൽ പൂർണ്ണമായും തെറ്റാണ്. റഷ്യയുടെ വിവാദം അനുസരിച്ച് നോക്കിയാൽ ഉക്രൈൻ അയച്ച ATACMS റഷ്യ പ്രതിരോധിച്ചു. ഇത് യാഥാർത്ഥ്യത്തിനോടും അടുത്തതാണ്. കാരണം ക്ലസ്റ്റർ വാർഹെഡ് യഥാർത്ഥത്തിൽ തുറന്നിരുന്നെങ്കിൽ താഴെയുള്ള പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം ഉണ്ടായേനെ. മുൻപ് ക്രീമിയയുടെ തീരപ്രദേശത്ത് ഒരു ATACMS ഇന്റർസെപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താഴെ വീണ സമ്മുനേഷൻസ് അന്ന് തന്നെ 11 സ്ഥലങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലൊരു ഡിസ്ട്രക്ഷൻ ഒന്നും ഇത്തവണ ഉണ്ടായിട്ടേ ഇല്ല. അന്ന് അവിടെ ഒരാൾക്ക് ഗുരുതരമായൊരു പരിക്ക് സംഭവിച്ചിരുന്നു. ആ സമയം അതിൻ്റെ വീഡിയോ എല്ലായിടങ്ങളിലും വൈറലായിരുന്നു. മിസൈൽ ഇന്റർസെപ്ഷൻ നടന്നപ്പോൾ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചു. ശേഷം ബാക്കി ഉണ്ടായിരുന്ന 1-2 സബ് വാർഹെഡ്സ് മാത്രമാണ് താഴേക്ക് വീണത്. അതുണ്ടാക്കിയ നാശനഷ്ടം തന്നെ അത്രയേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ച് നോക്കുക, ഈ ATACMS യഥാർത്ഥത്തിൽ ക്ലസ്റ്റർ വാർഹെഡ് തുറന്ന നിലയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ ആയിരുന്നെങ്കിൽ, ഈ വാർനസ് എന്ന പ്രദേശത്തെ പകുതി ഭാഗം തന്നെ ഇന്നൊരു വലിയ ദുരന്ത മേഖലയായി മാറേനെ. പക്ഷേ ഇവിടെ കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതെങ്കിലും സമ്മുനേഷൻസ് താഴെ വീണ് പൊട്ടിത്തെറിച്ചതിൻ്റെ ഒരു ഒറ്റ വീഡിയോ പോലും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ അവകാശവാദം പൂർണ്ണമായും പ്രചരണം മാത്രമാണ്. പക്ഷെ ഒരു കാര്യം അവിടെ സത്യമാണ്. ഉക്രൈൻ സ്ട്രൈക്ക് ചെയ്തത് വെർണോസ് എയർബേസിനെ ലക്ഷ്യം വെച്ചാണ്. പക്ഷെ അത് റഷ്യ ഡിഫൻഡ് ചെയ്തു. ഇത് സാധാരണ ഒരു സംഭവമേ അല്ല. ഇതിനെ തുടർന്ന് റഷ്യ വലിയൊരു റിട്ടാലിയേഷൻ ആരംഭിക്കാനാണ് സാധ്യത. സത്യത്തിൽ അവർ റിട്ടാലിയേഷനൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കും. കാരണം ആദ്യമായി റഷ്യയുടെ ഈ ഒരു കേഴ്സ് പ്രദേശവും കഴിഞ്ഞ് ഒരു ATACMS മിസൈൽ റഷ്യയ്ക്കുള്ളിൽ ഫയർ ചെയ്തിട്ടുണ്ട്. അത് ഇന്റർസെപ്റ്റ് ചെയ്തു. S-400 അവിടെ കൃത്യമായി തന്നെ അവരുടെ റോൾ പ്ലേ ചെയ്തു. പക്ഷെ റഷ്യയ്ക്ക് ഇതൊരു വലിയ അപമാനകരമായ കാര്യമാണ്. റഷ്യൻ പ്രദേശത്തെ നോക്കി ഒരു അമേരിക്കൻ വെപ്പൺ സിസ്റ്റമാണ് അയച്ചത്. ഇത് എങ്ങനെ എന്ന് പറയണമെങ്കിൽ ന്യൂയോർക്കിന് മുകളിലേക്ക് റഷ്യൻ ഇസ്കാന്ദർ മിസൈൽ പറന്നതുപോലെ. മിസൈൽ ലോഞ്ച് ചെയ്തത് ഉക്രൈൻ ആണെങ്കിൽ കൂടിയും ഈ അപമാനത്തിന് കാരണം അമേരിക്ക തന്നെയാണ്.
കാരണം മിസൈൽ നൽകിയതും അതിനുള്ള അനുമതി നൽകിയതും എല്ലാം അവർ തന്നെയാണ്. റഷ്യ എന്തായാലും ഇക്കാര്യം അങ്ങനെ വെറുതെ വിടില്ല. അമേരിക്ക വളരെ വ്യക്തമായ ഒരു ഗെയിം തന്നെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അവരുടെ 28 പോയിന്റ്സ് ഉണ്ടല്ലോ, സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള 28 പോയിന്റ്സ്, അത് തയ്യാറായ അടുത്ത സമയത്ത് തന്നെ റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈൻ അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇവിടെ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഓരോ പെർമിഷൻ, അതിനുശേഷമുള്ള ഓരോ ഫലത്തിനും ബാധ്യത വഹിക്കേണ്ടത് ഉക്രൈനാണ്. ഇതേ ഉക്രൈനെ നോക്കിയാൽ സെലൻസ്കി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫേസ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ യുദ്ധത്തിലൊന്നും അവർക്ക് യാതൊരു വിജയവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ നേടിയ വിജയങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ ഒരു ശൂന്യമായ പേപ്പർ മാത്രമേ കാണുകയുള്ളൂ. കൗണ്ടർ ഒഫൻസീവ് പരാജയം, പ്രദേശങ്ങൾ തിരികെ നേടാനായിട്ടില്ല, റഷ്യൻ സേനയെ നിലനിർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല, പോക്രോവേസ്ക് വീണു, മോനോഹ്രുദ് വീണു, കുപ്പിയാൻസ് ഒഴിക്കപ്പെട്ടു, ദിവസേന റഷ്യൻ മിസൈലുകൾ ഉക്രൈന്റെ എമ്യുനേഷൻ ഡെപ്പോസിനെ നശിപ്പിക്കുന്നു. ഇവയെല്ലാം മറയ്ക്കാനാണ് ഇത്തരത്തിലുള്ള ഡ്രാമ സ്ട്രൈക്കുകൾ നടത്തുന്നത്. ഇനി കാർഖീവ് പ്രദേശത്ത് നിന്നാണ് ഈ ഒരു ATACMS ലോഞ്ച് ചെയ്തത്. വെർണോസിനെ ആക്രമിക്കാൻ 300 കിലോമീറ്റർ റേഞ്ച് ഉള്ള വേരിയന്റിന് മാത്രമേ കഴിയൂ. അപ്പോൾ അമേരിക്ക ഉക്രൈൻ എക്സ്റ്റൻഡ് റേഞ്ചുള്ള ATACMS നൽകി എന്നുള്ളതാണ് സത്യം. മിസൈൽ ലോഞ്ച് ചെയ്ത് അടുത്ത 20 മിനിറ്റിനുള്ളിൽ തന്നെ റഷ്യ റിട്ടാലിയേഷൻ നടത്തി. ATACMS ലോഞ്ചർ നശിപ്പിച്ചതിന്റെ ഡ്രോൺ ഫുട്ടേജ്, തെർമൽ ഇമേജറി എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ പാട്രിയോട്ട് ലോഞ്ചർ നശിപ്പിച്ചതിന്റെ തെളിവുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ ഇത് റഷ്യയുടെ എക്സാജുറേഷൻ ആയിരിക്കാം. പക്ഷേ ATACMS ലോഞ്ചറുകൾ നശിപ്പിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. സെലൻസ്കി ഉക്രൈനെ ഇതിലൂടെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അടുത്തടുത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത് വരും ഭാഗങ്ങളിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.